രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ഗുരുതരമായ വിഷയങ്ങൾ ശരിവെക്കുന്ന നീക്കവുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കമ്മീഷന്റെ പുതിയ പരിഷ്കാരങ്ങൾ പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട രണ്ടാം ഘട്ട വോട്ട് ചോരി ആരോപണങ്ങളിൽ കഴമ്പുണ്ടായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തൽ വരുത്താനും ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണമെന്നും ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനും നീക്കം ചെയ്യാനും ഈ സൈൻ നിർബന്ധമാക്കണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ മാർഗനിർദ്ദേശം. ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും തരത്തിലുള്ള ബോധോദയം ഉണ്ടായിട്ടല്ല ഈ നീക്കമെന്ന് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇപ്പോൾ ഈ തിരിച്ചറിവുണ്ടാകാൻ പ്രേരണയായത് സെപ്റ്റംബർ 18 രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനമാണെന്ന് വ്യക്തം. ആലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടുന്നതിനായി ഓൺലൈനായി നടത്തിയ നീക്കങ്ങളുടെ കള്ളക്കളികളായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിലെ ഹൈലൈറ്റ്. ഇവിടുത്തെ 37-ാം നമ്പർ ബൂത്തിൽ 12 പേരുകൾ വെട്ടാനുള്ള അപേക്ഷ സമർപ്പിക്കപ്പെട്ടത് കർണാടകയ്ക്ക് പുറത്തുള്ള ഫോൺ നമ്പറുകളിൽ നിന്നായിരുന്നു എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതിൽ ഏറ്റവും ഗൗരവതരമായത്. ഈ ബൂത്തിലെ ഒരു വോട്ടറുടെ പേരിൽ അയാൾ അറിയാതെ ഒരു കേന്ദ്രീകൃത സംവിധാനം ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് കാണിച്ചതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. കമ്മീഷന്റെ ഓൺലൈൻ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന ഗുരുതരമായൊരു പഴുതായിരുന്നു തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. ആ പഴുതാണ് ഇപ്പോൾ പുതിയ പരിഷ്കരണത്തിലൂടെ കമ്മീഷൻ അടയ്ക്കാൻ ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെല്ലാം കമ്മീഷൻ നിരാകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഉന്നയിച്ച വിഷയങ്ങളുടെ ചുവട് പിടിച്ചുള്ള ഈ പരിഷ്കാരങ്ങൾ. ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നീക്കമെന്ന ചോദ്യം സ്വാഭാവികമാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ അവ പരിശോധിക്കാമെന്നും പിഴവുണ്ടെങ്കിൽ തിരുത്താമെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നതെങ്കിൽ അതിലൊരു മാന്യതയുണ്ടായിരുന്നു. എല്ലാം ഭദ്രമെന്ന് അവകാശപ്പെടുകയും പിന്നാലെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പഴുതുകളെല്ലാം യാഥാർത്ഥ്യമായിരുന്നുവെന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നത് കമ്മീഷന് തന്നെയാണ്. രാഹുൽ ഗാന്ധി രണ്ടാം ഘട്ട വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത് വെച്ചാണെങ്കിൽ ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ നേരത്തെ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. കർണാടക CID ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇത്തരം ക്രമക്കേടുകളുടെ എല്ലാ വിശദാംശങ്ങളും ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചത് രാഹുൽ ഗാന്ധി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഏതാണ്ട് 18 കത്തുകൾ അയച്ചെങ്കിലും കർണാടക CIDക്ക് ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകാത്തതും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. പ്രോപ്പർ ചാനലുകൾ വഴി നടന്ന ഈ ആശയവിനിമയം പൊതുമണ്ഡലത്തിലേക്ക് പക്ഷേ വന്നിരുന്നില്ല. എന്നാൽ രാഹുലിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓൺലൈൻ സംവിധാനത്തിലെ പഴുതും അതിനോട് പ്രതികരിക്കാത്ത കമ്മീഷന്റെ സമീപനവും പൊതുമണ്ഡലത്തിന്റെ മുമ്പിലേക്ക് വന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതരാവുകയായിരുന്നു. കള്ളി കയ്യോടെ പിടിച്ചപ്പോൾ ജാള്യതയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓട്ടയടച്ചുവെന്ന് ഇനി ധൈര്യമായി രാഹുൽ ഗാന്ധിക്ക് പറയാം. ഇത്രയുമാകും രാഹുൽ ഗാന്ധിയും പ്രതീക്ഷിച്ചിരിക്കുക. ഇതുവരെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പഴുതുകളിലൂടെ ഇന്നലെ വരെ എന്തൊക്കെ നടന്നിരിക്കാമെന്നതിൽ ഇനി പ്രസക്തിയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകും. ഇന്നലെകളിൽ ഇങ്ങനെയെല്ലാം നടന്നു എന്ന് പരസ്യമായി വിളിച്ചു പറയുമ്പോൾ ഇനി അങ്ങനെ നടക്കരുതെന്ന ജാഗ്രത കൂടിയാണ് രാഹുൽ പൊതുമണ്ഡലത്തിന് മുന്നിൽ വെച്ചത്. അതോടൊപ്പം കള്ളി വെളിച്ചത്തായി എന്ന് അത് ആസൂത്രണം ചെയ്തവർക്കും ആരെങ്കിലും ചുക്കാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും വ്യക്തമാകണമെന്നും രാഹുൽ കരുതിയിട്ടുണ്ടാകും. കണ്ണിൽ പൊടിയിടാനെങ്കിലും ഗൗരവമായ പോരായ്മകൾ തിരുത്താൻ ബന്ധപ്പെട്ടവർ ഒടുവിൽ നിർബന്ധിതരായി. അത്രയെങ്കിലും ചെയ്യാനുള്ള ശേഷി നിലവിൽ ഇന്ത്യക്കാരുടെ ജനാധിപത്യ ബോധത്തിൽ അവശേഷിക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ തിരിച്ചറിയുന്നുണ്ടാകും. ഇനിയെങ്കിലും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച നിലയിലുള്ള പോരായ്മകൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പിക്കാനെങ്കിലും രാഹുലിന്റെ ഈ തുറന്നു പറച്ചിലുകൾ സഹായകമായി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നീക്കത്തിലൂടെ വ്യക്തമാവുന്നത്.